ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കാറ്റിന്റെ തലേന്നാണ്, അതായത് 23rd നവംബറിനാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ കാറ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നോ ഈസി ആയിരുന്നോ ഏത് സ്ലോട്ട് ആയിരുന്നോ ടഫ് ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ജനറൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം. മെയിൻലി ബിക്കോസ് ഈ CLAT എൻട്രൻസ് എക്സാമിനേഷൻ വിച്ച് ഇസ് എ ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ UG ലോയിൽ NLUസിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിൽ കയറുന്ന എക്സാം അടുത്ത ആഴ്ചയുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ട്രാവലിംഗ് ടു ചെന്നൈ ഒരു 1 വീക്ക് അവിടുത്തെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടുത്തെ ട്രൈബൽ സ്കൂൾസ് സ്റ്റുഡൻസിന് പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ നമ്മൾ കോച്ചിങ് നടത്തുന്നുണ്ടായിരുന്നു. സോ എനിവേസ് വേസ് കാറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ല ഫീലിംഗ് ആയിരിക്കില്ല ഉണ്ടാവുക. ഒരുപാട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എഴുതിയ ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ദേ വിൽ ഓൾസോ ബി ഹാവിംഗ് ഡൈലമാസ് ലൈക്ക് കാറ്റ് എല്ലാവർക്കും ഇനി എളുപ്പമല്ലെങ്കിലോ. അതും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് വളരെ ഇപ്പം ഒരു ബോർഡ് എക്സാമിനാണെന്നുണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 30 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി എനിക്ക് അതിന്റെ ആൻസർ കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പഠിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് എഴുതിയിട്ട് 100% കോൺഫിഡൻസിൽ ഇറങ്ങി വരാം ദാറ്റ് ഓക്കെ എനിക്ക് 100% മാർക്ക് കിട്ടും. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ അതല്ല. നിങ്ങൾ ഇത് എഴുതി നിങ്ങളുടെ കൂടെയുള്ള ആൾ ഇതിനെക്കാളും 1 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷനിൽ നിങ്ങൾ എന്താ താഴെ വരത്തുള്ളൂ എന്നുള്ളൊരു ഫാക്ടറും കൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾ പൊതുവെ നല്ലൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ആയിരിക്കില്ല മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ. മിക്കവാറും ആൾക്കാർ എക്സാം കഴിഞ്ഞ് നേരെ വന്ന് കിടന്ന് ഒന്ന് ഉറങ്ങി എണീച്ചൊരു മന്ദപ്പോട് കൂടി ആയിരിക്കും ഇപ്പൊ ഇരിക്കുന്നത്. ചില ആൾക്കാർക്ക് കംപ്ലീറ്റ്ലി കാറ്റ് കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയ ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഇനിയിപ്പം ഒരു ഐഡിയ ഇല്ല എങ്ങനെ പോയിന്ന്, ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും, ചിലപ്പോൾ മോശമായിട്ടുണ്ടാവും, അറിയില്ല. എന്നാലും നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എപ്പോഴും നെഗറ്റിവിറ്റി ആണ് കൂടുതലായിട്ട് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുക, സ്പ്രെഡ് ചെയ്യുക മോർ ദാൻ പോസിറ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പോയി എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ യു ക്യാൻ ടേക്ക് ലൈക്ക് 2 to 3 days നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക. കാരണം കാറ്റ് കഴിഞ്ഞു, ഇതിനു വേണ്ടി മാത്രമല്ല നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ ഒരു മേജർ മൈൽ സ്റ്റോൺ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം എന്ത് തന്നെ റിസൾട്ട് ആയിരുന്നെങ്കിലും യു ക്യാൻ ടേക്ക് യുവർ ടൈം, യു ക്യാൻ ചിൽ. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ പറഞ്ഞു കൊടുക്കും ആ കാറ്റ് കഴിഞ്ഞല്ലോ, കാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇത്രയും നാളുള്ള ഫാമിലി ഫംഗ്ഷൻസും ബാക്കിയുള്ള പരിപാടികളൊക്കെ കട്ട് ചെയ്തത്. അപ്പൊ ഇനി അവരെ വിളിച്ചു തുടങ്ങും കാറ്റ് കഴിഞ്ഞല്ലോ, ഇനിയും കല്യാണത്തിന് പോവാം, അടിയന്തരത്തിന് പോവാം, മറ്റതിന് പോവാം, ഇതിന് പോവാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു തുടങ്ങും. അവരോട് പറയാനുള്ളത് കാറ്റ് അത്ര നന്നായില്ല. എനിക്ക് സാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമും കൂടി ഉണ്ട്. അപ്പൊ അത് ജനുവരിയിലാണ്. അപ്പൊ ജനുവരി വരെ ഞാൻ ബിസി ആയിരിക്കും എന്ന് പറഞ്ഞ് തൽക്കാലം തള്ളി നീക്കാൻ നോക്കുക. കാരണം നിങ്ങൾ ആ ട്രാക്കിൽ ഒരു 3 ദിവസം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫുള്ള് ചില്ലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എക്സാമിന് ടെൻഷനും പ്രശ്നമൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിന്നോട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. December 5 കഴിഞ്ഞ വർഷം നമ്മളുടെ റെസ്പോൺസ് ഷീറ്റ് കാറ്റ് റിലീസ് ചെയ്തത്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിൽ റിലീസ് ചെയ്യുന്ന ഒരു സാധനത്തിൽ നിങ്ങൾ ഇട്ട ഓപ്ഷൻ ബി ആണെങ്കിൽ ബി, കറക്റ്റ് ഓപ്ഷൻ എത്രയാണ് സി, അങ്ങനെ ഒരു സാധനം വെക്കും. അത് എന്തിനാ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന ഒരു ഉത്തരം, അതായത് അവർ പറയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ ബി ആണെന്ന് പറയുന്നത് നിങ്ങൾക്കത് അല്ല എന്ന് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് ചലഞ്ച് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്യുക. പക്ഷേ ദാറ്റ് ഓൾസോ മീൻസ് ദാറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര മാർക്ക് കിട്ടും. അപ്പോഴും നിങ്ങൾക്ക് പെർസെന്റേജ് പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് മാർക്ക് വെച്ച് ഒരുവിധം നിങ്ങളുടെ ഒരു പെർസെന്റേജ് റേഞ്ച് ഒരു +or-3 to 4% ചിലപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. സോ അത് December 5 ആണ്. അപ്പൊ December 5 വരെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പെക്കുലേറ്റ് ചെയ്ത് ഒരുപാട് യൂട്യൂബ് ചാനൽ പറയുന്ന പല സാധനങ്ങളും കേൾക്കാതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ December 5 മുന്നേ രജിസ്റ്റർ ചെയ്യേണ്ട ഏതെങ്കിലും കോളേജസ് ഉണ്ടോ എന്ന് നോക്കുക. അത് മാത്രം നോക്കുക. December 5 അല്ലെങ്കിൽ December 1st വീക്ക്, December 7 അപ്ലൈ ചെയ്യേണ്ട ഏതൊക്കെ കോളേജസ് ഉണ്ട് ആ കോളേജസിൽ ഞാൻ അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഞാൻ കാറ്റ് എഴുതിയിട്ടിരിക്കുക, അതുകൊണ്ട് നമുക്കറിയാമല്ലോ ഏകദേശം എങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എങ്ങനെ പോകുന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് ഏകദേശം നിങ്ങൾ കോളേജ് അപ്ലൈ ചെയ്യണോ വേണ്ട എന്നുള്ളത് മാത്രം തീരുമാനം എടുത്താൽ മതി. പിന്നെ റെസ്പോൺസ് ഷീറ്റ് വന്നിട്ട് നമ്മളുടെ മാർക്കും കൂടെ അറിഞ്ഞതിന് ശേഷം അതിനുശേഷമുള്ള കോളേജൊക്കെ പിന്നെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമൊന്നും എവിടെയും പോയിട്ടൊന്നുമില്ല. ഇപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പൊ UPSC ഒക്കെ 4-5 വർഷം, അതായത് നിങ്ങൾ ആലോചിക്കുക 10 ലക്ഷം പേര് എഴുതുന്ന പരീക്ഷയിൽ ആകെ 300-400 റാങ്ക് കിട്ടിയാൽ മാത്രം. കാറ്റിന് അങ്ങനെയല്ല. 3 ലക്ഷം പേരിൽ നമുക്ക് ഒരു 10,500 സീറ്റ് IIM മാത്രമുണ്ട്. ബാക്കിയുള്ള ബി സ്കൂൾസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ടോപ്പ് ബി സ്കൂൾസ് തന്നെ ഒരു 10,000 സീറ്റ് ടോട്ടൽ ഉണ്ടാവും IIM കൂട്ടിയിട്ട്. ഇനി അതും അല്ലാതെ ഇനി Tier 2, Tier 3, Tier 4 കൂട്ടിയാൽ 10,000, 25,000 ശരിക്കും ഏത് പെർസെന്റേജ് 60% മുകളിൽ എന്ത് കിട്ടിയാലും ഈവൻ 50% കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടാവുന്ന ബി സ്കൂൾ അവിടെ ഉണ്ട്. അത് നല്ലതാണോ മോശമാണോ എന്നല്ല ഞാൻ പറയുന്നത്. ഐ എം ജസ്റ്റ് ടെലിംഗ് യു ദാറ്റ് നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും ഇല്ലാത്തൊരു അവസ്ഥയല്ല. ഇപ്പൊ UPSCക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ 10 lakhs ആസ്പിറൻസിൽ 300 പേരെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് റീസ്റ്റാർട്ട്, അതാണ് അടുത്ത ഇമ്മീഡിയറ്റ് ഗെയിം. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല അറ്റ് ദിസ് പോയിന്റ്. വൈ? ബിക്കോസ് എല്ലാവർക്കും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവില്ല. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IIM തന്നെ വേണമെന്നുണ്ടാവില്ല. ചില ആൾക്കാർ അവരുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സ്കിൽസും അവരുടെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട്, അവർ ഇതുവരെ വന്ന സാഹചര്യം എല്ലാം വെച്ചിട്ട്
അവർക്ക് ചിലപ്പം ഒരു tier 2 tier 3 ബി സ്കൂൾ മതിയാവും, tier 4 ബി സ്കൂൾ മതിയാവും. അതൊന്നും എൻഡ് ഓഫ് ദി വേൾഡ് അല്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു tier 1 ബി സ്കൂൾ tier 2 ബി സ്കൂൾ കയറുമ്പോൾ നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് തന്നെ ഒരു ടോപ്പ് ടയർ ജോബ് കിട്ടുന്നു. എല്ലാം തിങ്സ് വിൽ ബി ഈസി. ഒരു വലിയൊരു പ്ലാറ്റ്ഫോം, ഒരു വലിയൊരു ആക്സലറേഷൻ അവിടെ ഉണ്ട്. മറ്റല്ലാണെങ്കിലും നിങ്ങൾ 2-3 ജോബ് സ്വിച്ച് ഒക്കെ ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു കുട്ടി സൈമ് നിന്ന് ഗ്രാജുവേറ്റ് ചെയ്താണ് 2 വർഷം മുന്നേ. അവർക്ക് കിട്ടിയ ജോബ് അവിടെ നിന്നോ 6-7 LP, അതാണ് അവിടുത്തെ യൂഷ്വൽ സാധനം. അവൾ അവിടെ നിന്ന് 2 ജമ്പ് ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ 2 years അവൾ ആമസോണിൽ 30 LPA പ്ലസ് വാങ്ങുന്നുണ്ട്, വിച്ച് ഈസ് ഈക്വലൻ ടു വാട്ട് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു LKIയിലൊക്കെ ഉള്ള ആൾക്കാർ ആമസോണിൽ വാങ്ങുന്ന പാക്കേജ് 30, 35, 40 ആ റേഞ്ചിലോട്ട് അവിടെ സ്വിച്ച് ചെയ്തു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് നിങ്ങൾ അവിടെ പോയി പെട്ടു തീർന്നു എന്നൊന്നുമില്ല. അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി tier 4 ബി സ്കൂളിൽ കയറാൻ വേണ്ടിയല്ല, എല്ലാവരും tier 1 വേണ്ടി മരിക്കാൻ വേണ്ടിയല്ല. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് ദിസ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. UPSC ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ആവശ്യം നമുക്കില്ല. നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഇതിനേക്കാളും വലിയ ഓപ്ഷൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ tier 1 ബി സ്കൂൾസ് തന്നെ സാറ്റ് എടുക്കുക. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഓൾ ദി ബെസ്റ്റ് സെക്ഷനിൽ പറഞ്ഞത് സാറ്റ് എടുത്തു കഴിഞ്ഞാൽ XLR is a tier 1 ആസ് ഗുഡ് ആസ് ABC. പിന്നെ സാറ്റിന്റെ സ്കോർ എടുക്കുന്ന tier 2 IMT, IMI, XIMB ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ XIMB ഒക്കെ ഇപ്പം ബേബി എയിംസ്, ന്യൂ എയിംസിനെക്കാൾ നല്ലോണം പെർഫോം ചെയ്യുന്ന കോളേജാണ് ഈ IMT ഒക്കെ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ വർഷം സ്റ്റുഡൻസ് IMTയുടെ DCP പ്രോഗ്രാം, ഡ്യുവൽ കൺട്രി പ്രോഗ്രാമിന് പോയിട്ട് ഈ വാസ് ലൈക്ക് വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു. കാരണം എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ദുബായ് ക്യാമ്പസ് ആണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സോ നല്ല റിവ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കോളേജസ് ഉണ്ട്. ഇനി അതിന്റെ താഴെയാണെങ്കിൽ ടാപ്നി, ഗ്രേറ്റ് ലേക്സ്, അങ്ങനെയുള്ള ഒരുപാട് കോളേജസ് സാറ്റ് എടുക്കുന്നുണ്ട്. അതിന്റെ താഴെയാണെങ്കിലും ഈ പറയുന്ന IFMR, വി സ്കൂൾ, സൈം, അങ്ങനെയുള്ള ഒരുപാട് ബി സ്കൂൾസ് ഈ പറയുന്ന സാറ്റ് എടുക്കുന്നുണ്ട്. ഏതാണ്ട് 150 ബി സ്കൂൾസ് എടുക്കുന്നുണ്ടെന്ന് കണ്ടാണ് അവരുടെ വെബ്സൈറ്റ് പറയുന്നത്. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ലൈക്ക് കാറ്റ് പോലത്തെ ഒരു വെരി പവർഫുൾ എക്സാം വിച്ച് ക്യാൻ ഈവൻ ഗെറ്റ് യു ഇൻ ടു എ tier 1 ബി സ്കൂൾ വിച്ച് യു ആർ എയിമിംഗ് ഫോർ. IIM ABCയുടെ ലെവലിലുള്ള XLR എന്ന് പറയുന്ന ഒരു ബി സ്കൂളിൽ ഉൾപ്പെടെ കയറാൻ പറ്റുന്ന ഒരു എക്സാം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ കാറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന 2 to 3 ദിവസത്തെ ബ്രേക്ക് എടുത്ത് തിരിച്ചു വരില്ല. അവരവിടെ പോയി either because they are too confident with CAT that അവർ ഇനിയിപ്പോ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നേരെ തുടങ്ങുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്ത ആൾക്കാരായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, സാറ്റ് ഉണ്ട്, സ്നാപ്പ് ഉണ്ട്, എൻമാറ്റ് രജിസ്റ്റർ ചെയ്തവർക്ക് എൻമാറ്റ് ഉണ്ട്. സ്നാപ്പ് നിങ്ങൾക്ക് 3 അറ്റംപ്റ്റ് വരെ കൊടുക്കാം. മൈക്കാറ്റ് നിങ്ങൾക്ക് എഴുതാം. ഒരു 80-85% കാറ്റ് ഓർ സാറ്റ് ഉണ്ടെങ്കിൽ തന്നെ മൈക്കാറ്റ് നല്ലോണം പെർഫോം ചെയ്തുകൊണ്ട് യു ക്യാൻ ഗെറ്റ് ഇൻ ടു വൺ ഓഫ് ഇന്ത്യസ് ബെസ്റ്റ് ബി സ്കൂൾസ് ഫോർ ബ്രാൻഡിങ്, വൺ ഓഫ് ദി ടോപ്പ് 20 ബി സ്കൂൾസ്. മൈക്കയിൽ കയറാം. സാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇർമയിൽ കയറാൻ പറ്റും. നിങ്ങൾക്ക് ഈ SRCC GB എഴുതി കഴിഞ്ഞാൽ ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ്, ഇന്ത്യയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് കോളേജസിലെ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് വിച്ച് ഈസ് ആസ് ഗുഡ് ആസ് എൻ MBA, ഒരു tier 2 tier 3 MBA വിത്ത് ഗുഡ് ROI, അതിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബിസിനസ് അനലിറ്റിക്സ് താല്പര്യം ഉണ്ടെങ്കിൽ യു ആർ ഹാവിംഗ് PGDBA, അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് അനലിറ്റിക്സ് വിച്ച് ഈസ് ആസ് ഗുഡ് ആസ് എൻ IIM ABC പ്രോഗ്രാം. കാരണം ഞാൻ പ്ലേസ്മെന്റ് ഫിഗേഴ്സ് പറയാണ്. 60-70 ബാച്ച് സൈസ് ഉള്ളിടത്ത് ഇറ്റ്സ് ജോയിന്റ്ലി കണ്ടക്ടഡ് ബൈ IIT Kharagpur, IIM Calcutta ആൻഡ് ISI Kolkata, 3 of the best colleges in their league. അവിടെ നിന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു 60-70 ഉള്ള ബാച്ച് സൈസിലെ എൻറ്റയർ ബാച്ച് വിൽ ബി പ്ലേസ് ഇൻ എ ഡേ വിത്ത് അറൌണ്ട് 35 LPA. അത്രയും ഫാബുലസ് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ എക്സാംസ് ഇനിയും കിടക്കുന്നുണ്ട്. ഗെയിം ഈസ് നോട്ട് ഓവർ. അതിപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളടുത്ത് പറയും, ഫാമിലി നിങ്ങളടുത്ത് പറയും ഗെയിം ഈസ് ഓവർ എന്ന്. ചെറിയൊരു ബ്രേക്ക് എടുക്കുക, പക്ഷേ ട്രൈ ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. ഐ ട്രൈ ടു ടെൽ യുവർ സെൽഫ് ദാറ്റ് ദിസ് ദി ഗെയിം ഈസ് നോട്ട് ഓവർ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, റൈറ്റ്? അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് ഒരു ചെറിയൊരു എക്സാം ഒന്നും കൊണ്ട് ഒന്നും ഇതിപ്പം ഞാൻ എല്ലാം പറയുന്നത് നെഗറ്റീവ് ആയിട്ടല്ല. അതായത് നിങ്ങളുടെ കാറ്റ് പോയി എന്നുള്ള രീതിയിലല്ല പറയുന്നത്. പോയാലും ഇല്ലെങ്കിലും നിങ്ങൾ തിരിച്ചു വരേണ്ട ഒരു ആവശ്യമുണ്ട് 2-3 ദിവസം ബ്രേക്ക് എടുത്തതിന് ശേഷം. കാരണം either you have to start preparing for other examinations which is very important. അറ്റ്ലീസ്റ്റ് ഓപ്പൺ ഡേഡ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും എല്ലാ അടുത്ത എക്സാംസിനും, അതായത് അതർ മാനേജ്മെന്റ് എൻട്രൻസ് എക്സാംസിന് കാറ്റിന്റെ അതേ ഈ പറയുന്ന സീരിയസ്നെസ്സോടുകൂടി പ്രിപ്പയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പ്ലസ് ഇനി അതല്ല, കാറ്റിന്റെ ഞാൻ എന്റെ അടുത്ത് പറയാണ്, എനിക്ക് ഇനി ഒരു ഓമൻസും വേണ്ട. കാരണം ഐ എം പ്രിറ്റി കോൺഫിഡന്റ് ദാറ്റ് കാറ്റ് വെച്ചിട്ട് എനിക്ക് ടോപ്പ് കോൾസ് കിട്ടും. then we can start our interview preparation as well. And ആരും പേടിക്കേണ്ട ആവശ്യമില്ല. GDPA VAT എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എവിടെ ഒരു പറയുന്ന പ്രൈവറ്റ് മറ്റേ കോച്ചിങ്ങിലും പോയിട്ട് 20,000-30,000 രൂപ കൊടുക്കേണ്ട. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ബെസ്റ്റ് മെന്റേഴ്സിനെ കൊണ്ടുവച്ചിട്ട് ഓഫ്ലൈൻ ഇവന്റ്സ് ഉൾപ്പെടെ വെച്ചിട്ട് കംപ്ലീറ്റ് GDPA VAT പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആ കാര്യത്തിൽ 100% ഞാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ കാറ്റ് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ അഗെയിൻ പറഞ്ഞു, ടഫ് ആണോ ഈസി ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും എല്ലാവർക്കും തന്നെ മോശമില്ലാതെ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈവൻ ദോ ഇഫ് യു ആർ ഫീലിംഗ് എന്റെ എല്ലാം പോയി എന്ന് വിചാരിച്ചാലും യു സ്റ്റിൽ ഹാവ് ടൈം, യു സ്റ്റിൽ ഹാവ് ഹോപ്പ്, യു സ്റ്റിൽ ഹാവ് എ ലോട്ട് മോർ ടു കവർ, യു സ്റ്റിൽ ഹാവ് എ ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഫ്രണ്ട്. സോ അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. അതുകൊണ്ട് ആരും ഡിസപ്പോയിന്റഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊന്നും ഇരിക്കേണ്ട ഒരാവശ്യമില്ല. അത്ര വലിയ ഒരു സംഭവമൊന്നും അല്ലത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ഇനി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് തുടങ്ങാനുള്ള ടൈമായി.
വിൽ ബി സൂൺ കമ്മിങ് അപ്പ് വിത്ത് മോർ വീഡിയോസ്, മോർ ഇനിഷ്യേറ്റീവ്സ്, മോർ ഇന്ററാക്ഷൻസ് എക്സെട്ര. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഇനി ഒരുപാട് മീറ്റ് ചെയ്യാൻ തുടങ്ങും അടുത്ത 3-4 മന്ത്സിൽ. ഓൾറെഡി കഴിഞ്ഞ വർഷം ക്യാറ്റിൽ നമ്മളോട് പ്രിപ്പയർ ചെയ്തവർക്ക് അറിയാം. സോ അത്ര തന്നെ ഉള്ളൂ. എന്തായാലും കുറെ നാളത്തെ ഹാർഡ് വർക്ക് എന്ത് തന്നെ റിസൾട്ട് എങ്ങനെയൊക്കെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് കഴിഞ്ഞു. ടേക്ക് എ മൊമെന്റ്, ഒന്ന് റെസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ചില്ല് ചെയ്യുക, പുറത്തൊക്കെ പോവുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.